രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ ഭക്ഷണം വിതരണം ചെയ്ത വിഴിഞ്ഞത്തെ ഹോട്ടൽ അസ്മാക്ക് പ്രവർത്തിച്ചത് അനധികൃതമായി. നഗരസഭയുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. 2 തവണ നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. വിഴിഞ്ഞം തീരപ്രദേശത്ത് പ്രവർത്തിക്കുന്ന 14-ൽ 12 ഹോട്ടലുകൾക്കും നഗരസഭ ഹെൽത്ത് വിഭാഗത്തിൻ്റെ അനുമതിയില്ല. വിവരങ്ങൾ MS വീണയാണ് നൽകുന്നത്. വീണ, ഈ വിഴിഞ്ഞം പോലെയുള്ള സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിലൊക്കെ ഈ സീ ഫുഡ് കഴിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എല്ലാ ദിവസവും എത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഹോട്ടലുകൾക്ക് ലൈസൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതായ വാർത്തയാണ്? ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിവരങ്ങളാണ് നമ്മൾ ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ രാത്രികാല ലൈഫ് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ മത്സ്യവിഭവങ്ങളുടെ പുതിയ രുചികൾ തേടിയെത്തുന്ന നിരവധി പേരുണ്ട്. അത്തരത്തിൽ വിഴിഞ്ഞ മേഖലയിൽ, ആ തീരദേശ മേഖലയിൽ തന്നെ നിരവധി ഭക്ഷണശാലകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഭക്ഷണശാലയാണ് അസ്മാക്ക്. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത്. നിലമേൽ സ്വദേശികളാണ് മരിച്ച 2 പേർ. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഇതിന് ലൈസൻസ് ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ലൈസൻസ് ഇല്ലാതെയാണ് അസ്മാക്ക് ഉൾപ്പെടെയുള്ള ചില ഹോട്ടലുകൾ അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസ് നഗരസഭ നൽകിയിരുന്നു എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു നോട്ടീസൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ അസ്മാക്ക് പ്രവർത്തനം തുടരുകയായിരുന്നു. മാത്രമല്ല, ഈ പ്രദേശത്തെ ഹോട്ടലുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 14 ഇത്തരത്തിലുള്ള ഹോട്ടലുകളാണ്, ഭക്ഷണശാലകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ 12 എണ്ണത്തിനും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് വിഭാഗത്തിന് അനുമതിയില്ല എന്നുകൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഈ 2 പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഭക്ഷണത്തിന്റെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന ഇന്ന് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടതിന്റെ നടത്തിപ്പടക്കം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ നഗരസഭ കർശന നടപടിയിലേക്ക് കടക്കുമെന്ന് കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഗൗതം. ഓക്കെ വീണ, എന്തായാലും ഈ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകൾക്കും ലൈസൻസ് ഇല്ല. വിഴിഞ്ഞത്തെ 14 ഹോട്ടലുകളിൽ 12 എണ്ണവും നഗരസഭയുടെ ആരോഗ്യവകുപ്പിൻ്റെ അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. 2 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം നമുക്കറിയാവുന്നതാണ്. MS വീണയാണ് വിവരങ്ങളുമായി ചേർത്ത്.